ഈ അടുത്ത ദിവസങ്ങളിൽ വരുന്ന വാർത്തയാണ്, നമ്മുടെ ഇന്ത്യയിലും ലോകത്തുടനീളം ചർച്ച ചെയ്യുന്ന ഒരു വാർത്തയാണ്, ഇന്ത്യക്കാരും കൗതുകത്തോടു കൂടി കേൾക്കുന്ന ഒരു വാർത്തയാണ് അജ്ഞാതൻ. അടുത്ത ദിവസങ്ങളിൽ നമ്മുടെ കുൽഭൂഷൺ സിംഗ് യാദവ് എന്ന് പറയുന്ന ഒരു പഴയ നാവികനെ IS-ന് തട്ടിയെടുത്തു കൊടുത്തു. അതായത് ഇറാനിൽ നിന്ന് തട്ടിക്കൊടുത്തു. അതായത് ഇറാനിൽ അദ്ദേഹം ഈ നാവികസേനയിൽ നിന്ന് പെൻഷൻ പറ്റി അദ്ദേഹം അവിടെ ഇരിക്കുന്ന സമയത്ത് ചില വ്യവസായങ്ങളും അല്ലെങ്കിൽ ചില ജോലി സമ്പ്രദായത്തിൽ ഇരിക്കുന്ന സമയത്ത് അവിടെ നിന്ന് അദ്ദേഹത്തെ തട്ടിയെടുത്തു പാകിസ്ഥാൻ IS അല്ലെങ്കിൽ രഹസ്യാന്വേഷണ വിഭാഗത്തിന് കൊടുക്കുകയും പാകിസ്ഥാനിൽ എത്തിച്ചു കൊടുക്കുകയൊക്കെ ചെയ്ത ഒരു ഭീകരനെ അജ്ഞാതൻ വെടിവെച്ചു കൊന്നു. അതായത് നമ്മൾ പലവട്ടം ഈ പറയുന്ന പോലെ അജ്ഞാതന്റെ പ്രശ്നം ചർച്ചയാവുന്നുണ്ട്, ലോകത്തുടനീളം ചർച്ചയായിട്ടുണ്ട്. നമ്മൾക്ക് ഏറ്റവും കൂടുതൽ അജ്ഞാതൻ കൊല്ലപ്പെടുന്ന ഒരു രാജ്യം പാകിസ്ഥാനാണ്. അതിന്റെ 10ഓളം പേർ ഇപ്പം അജ്ഞാതരുടെ വെടിവെപ്പിൽ അല്ലെങ്കിൽ ആരെ കൊന്നു എന്നറിയാതെ കൊല്ലപ്പെടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനകത്ത് ഇപ്പം ഈ കുൽഭൂഷൺ സിംഗ് യാദവിനെ കൊന്ന ആളിന്റെ കൂടെ ലിസ്റ്റ് എടുക്കുമ്പോൾ ഏതാണ്ട് 9ഓ 10ഓ പേരാകുന്നുണ്ട്. ഇതേ ഭാഷയിൽ തന്നെ അല്ലെങ്കിൽ ഇതേ രീതിയിൽ തന്നെ ഈ ഈ നമ്മുടെ കാനഡയിൽ അല്ലെങ്കിൽ ഈ സിഖ് ഖാലിസ്ഥാൻവാദി, അതായത് നിജാർ എന്ന് പറയുന്ന ഒരാളിനെ ഇതുപോലെ അജ്ഞാതൻ കൊല്ലുന്ന ഒരു അവസ്ഥ ഉണ്ടായി. അതുപോലെ പന്നൂൻ എന്ന് പറയുന്ന ഖാലിസ്ഥാൻ വാദത്തിന്റെ സിഖ് ഫോർ ജസ്റ്റിസ് എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ടാക്കി നിരന്തരം ഇന്ത്യക്കെതിരെ സംസാരിച്ചുകൊണ്ടിരുന്നത്. അത് ബൈഡൻ ഇരുന്നപ്പോഴായിരുന്നു ഏറ്റവും കൂടുതൽ സംസാരിച്ചുകൊണ്ടിരുന്നത്. ട്രംപ് വന്നതിന് ശേഷം ആ സംസാരം നമ്മൾ കേൾക്കുന്നില്ല. അപ്പം അവിടുത്തെ അയാളെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കാനഡയ്ക്കൊപ്പം അമേരിക്ക അന്നൊരു സംസാരിക്കുന്ന ഒരു രീതി വന്നത്. അന്ന് ബൈഡൻ ഈ ഇന്ത്യക്കെതിരെ നേരിട്ടല്ലാതെ എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇന്ത്യക്കെതിരെ നീങ്ങുന്നതിന് ഇത് ഉപയോഗിക്കുന്നതായിട്ടാണെന്ന് നമുക്ക് തോന്നിയത്. കാനഡയിലെ അന്നത്തെ പറയുന്ന പോലെ ഭരണകൂടവും ഇതുപോലെ ഇന്ത്യക്കെതിരെ അജ്ഞാതൻ എന്ന് പറയുന്ന ശക്തി ഇന്ത്യയാണ്, അതിന്റെ ഭാഗമാണ്, അല്ലെങ്കിൽ അജ്ഞാതൻ ഇന്ത്യയുടെ ഭാഗമാണെന്നുള്ളതിന് തെളിവ് ലഭിച്ചു. നിജാർ ഞങ്ങളുടെ രാജ്യത്തിന്റെ അല്ലെങ്കിൽ അവിടുത്തെ രാജ്യത്തിന്റെ ആളാണ്, അവിടുത്തെ അംഗത്വമുള്ള ആളാണ്, അയാളെ കൊല്ലാൻ ശ്രമിച്ചു, അത് ഇന്ത്യയുടെ കടന്നുകയറ്റമാണ്, ഒരു വേറെ രാജ്യത്തിന്റെ പരമോന്നതയിലേക്കുള്ള കടന്നുകയറ്റമാണെന്നൊക്കെ പറഞ്ഞ ആക്ഷേപം കൊണ്ടുവന്ന് ഇന്ത്യ എന്നെ തെളിവ് ചോദിച്ചു. അവർക്ക് തെളിവ് കൊടുക്കാനൊന്നും പറ്റില്ല. പക്ഷെ പല ഘട്ടങ്ങളിലായിട്ട് അവിടുത്തെ മാധ്യമങ്ങളിൽ കൂടിയും അവിടുത്തെ ഈ പറഞ്ഞതുപോലെ പ്രധാനമന്ത്രി ഉൾപ്പെടെ ഉള്ളവർ ഇറങ്ങി നിന്ന് അത് ഇന്ത്യയാണെന്ന് പറയുന്ന രീതിയിലേക്കും, അപ്പം ഇന്ത്യ അതിനെ ശക്തമായിട്ട് ഈ ജയശങ്കറിന്റെ അല്ലെങ്കിൽ നമ്മുടെ ജയശങ്കറും ഒക്കെ അതിനെ ശക്തമായിട്ട് എതിർത്ത് പോകുന്ന രീതി നമ്മൾ കണ്ടതാണ്. അപ്പം ഞാൻ ഈ പറഞ്ഞു വന്നത്, ഇന്ത്യക്കെതിരെ നിൽക്കുന്നവർ 2014 ശേഷമാണ്, നമ്മൾ ഈ അടുത്ത ദിവസങ്ങളിലാണ് ഈ ഇന്ത്യക്കെതിരെ നിന്നിട്ടുള്ള ആൾക്കാരാണ് എല്ലായ്പ്പോഴും രാജ്യത്തിന്റെ പുറത്താണെങ്കിൽ പോലും അല്ലെങ്കിൽ അവർ കൊല്ലപ്പെടുന്ന ഒരവസ്ഥ. ഇന്ത്യക്കകത്ത് ഈ പറയുന്ന വിധ്വംസ പ്രവർത്തനം നടത്തി അല്ലെങ്കിൽ ടെററിസ്റ്റ് ആക്ടിവിറ്റീസ് നടത്തി അല്ലെങ്കിൽ ഇന്ത്യക്കകത്ത് സ്ഫോടനങ്ങൾ ഉണ്ടാക്കുന്നതിനും അല്ലെങ്കിൽ പാർലമെന്റ് സ്ഫോടനം പോലെയുള്ള സ്ഫോടനം ഉണ്ടാക്കുന്നതിനും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിനും നേതൃത്വം കൊടുത്തിട്ടുള്ള ഭീകരവാദികൾ, അല്ലെങ്കിൽ അതിന് നേതൃത്വം കൊടുക്കുന്നത് അതിനുശേഷം ഒരു പൊട്ടിത്തെറി ഉണ്ടായാൽ അതിനുശേഷം ഞങ്ങളാണെന്ന് അവകാശവാദം ഉന്നയിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ, ഇത്തരത്തിലുള്ള ആൾക്കാരൊക്കെയാണ് അതിനകത്ത്. അവർ ഇവിടെ നിന്ന് ചെയ്തിട്ട് അങ്ങ് പോയി പാകിസ്ഥാനിൽ ഒളിച്ചിരുന്നാലും അല്ലെങ്കിൽ ഇവിടെ വന്ന് ചെയ്തിട്ട് അങ്ങ് പാകിസ്ഥാനിൽ പോയിരുന്നാലും ഇതുവരെ ഇല്ലാത്തോണം സുരക്ഷിതമല്ല ഏത് രാജ്യവും എന്ന് പറയുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതായത് ഇവിടുന്ന് ഈ പറയുന്ന മരിച്ചുപോയവരുടെയൊക്കെ പുറത്തോട്ടുള്ള കാലം അല്ലെങ്കിൽ അവരുടെ ബയോഡേറ്റയും ഒക്കെ നമ്മൾ പരിശോധിച്ചാൽ അവർ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അവർ ഇന്ത്യക്കെതിരെ നീക്കങ്ങൾ അല്ലെങ്കിൽ ഇവിടുത്തെ വിമാനം തട്ടിക്കൊണ്ടുപോയത് അല്ലെങ്കിൽ പാർലമെന്റ് ആക്രമണം അല്ലെങ്കിൽ പല ആക്രമണത്തിന് നേതൃത്വം കൊടുക്കുന്ന പല ടെററിസ്റ്റ് ഗ്രൂപ്പുകളുടെ നേതാവ്, ഇപ്പൊ ഈ പറഞ്ഞതുപോലെ കുൽഭൂഷൺ യാദവ് നമ്മുടെ നാവികനെ തട്ടിക്കൊണ്ടുപോയ ആളാണല്ലോ ഏറ്റവും അവസാനം അജ്ഞാതനാൽ കൊല്ലപ്പെട്ടത്. അപ്പൊ അത്തരത്തിലുള്ള ആൾക്കാരാണ് കൊല്ലപ്പെടുന്നത്. അത് ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാല് പാകിസ്ഥാൻ കൊടുത്തിരിക്കുന്ന സെക്യൂരിറ്റി ആണ്. ഇവരെ പാകിസ്ഥാന്റെ വലിയൊരു അസറ്റ് എന്നുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്ന സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ അവിടുത്തെ പ്രധാനമന്ത്രിക്ക് കൊടുക്കുന്ന സെക്യൂരിറ്റിയാണ്. അപ്പൊ ഈ സെക്യൂരിറ്റി ഒക്കെ അതിജീവിച്ചുകൊണ്ടാണ് ഈ പറയുന്ന അജ്ഞാതൻ വന്ന് കൊന്നിട്ട് പോകുന്നത്. മാത്രമല്ല ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയൊരു രാജ്യത്ത് ഒരു രാജ്യത്തിന്റെ സംവിധാനം എത്ര കുറച്ച് കാണാൻ പറ്റത്തില്ല. രാജ്യത്തിന്റെ സംവിധാനം പാകിസ്ഥാനകത്ത് ഇപ്പൊ ചില പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും മിലിറ്റന്റ് ഗ്രൂപ്പിനെ അല്ലെങ്കിൽ അവിടുത്തെ പട്ടാളത്തെയൊക്കെ പരിശോധിക്കുമ്പോൾ ലോകത്തിലെ 15 രാജ്യങ്ങൾക്കകത്ത് നിൽക്കുന്ന രാജ്യമാണ്. അപ്പം അത്തരത്തിൽ പട്ടാളം മാത്രം നിൽക്കാനൊക്കെ ഒക്കില്ല, സംവിധാനമൊക്കെ ഉണ്ട്. ഇപ്പൊ അതിനകത്ത് ആഭ്യന്തര പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇതുപോലെ ഒരു രാജ്യം കൊടുക്കുന്ന ഒരു സുരക്ഷിതമായ അല്ലെങ്കിൽ ആ വലയത്തെ ഭേദിച്ച് ഒരു സ്കൂട്ടറിൽ വരികയും അല്ലെങ്കിൽ നിസ്കരിച്ചിട്ട് വെളിയിൽ ഇറങ്ങുകയും ഒക്കെ ചെയ്യുമ്പോൾ അവരെ കൊന്നിട്ട് പോകുന്ന ആൾക്കാരെ പോലും പിടിക്കാൻ സാധിക്കാത്ത ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ അവരെ അത്ര നിസ്സാരമായിട്ട് കാണാൻ പറ്റത്തില്ലല്ലോ അജ്ഞാതനെ. അപ്പം പാകിസ്ഥാനി മാത്രം ഇങ്ങനെ 8-9 അമേരിക്കയിൽ കയറി കൊല്ലാൻ ശ്രമിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് പന്നൂൻ ഈ പറയുന്നത് പോലെ ആക്ഷേപം ഉന്നയിച്ചു. അപ്പം അമേരിക്കയുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ അമേരിക്കക്കെതിരെ ആര് നീങ്ങിയാലും അമേരിക്ക എവിടെ കയറിയും കൊല്ലും. അതിനകത്ത് ഈ വേറെ രാജ്യത്തിലെ കടന്നുകയറ്റമോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല.
വേറൊരു രാജ്യം ആ രാജ്യത്തിന്റെ സുരക്ഷ ബാധിച്ച് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് കടന്നു കയറ്റും. അപ്പൊ രണ്ട് ന്യായം പറയുന്ന ഒരു രാജ്യമാണ് ഈ അമേരിക്ക. പണ്ട് നമ്മൾ കണ്ടിട്ടില്ലേ, ബിൻ ലാദൻ എന്ന് പറയുന്ന ആളെ പറയുന്നത് പോലെ പാകിസ്ഥാനിൽ കയറി അവരെടുത്തോണ്ട് പോയി. എന്നാ പിന്നെ അന്ന് പാകിസ്ഥാൻ വേണമെങ്കിൽ പറയാമെന്നോ, ലോകരാജ്യങ്ങൾക്കിടയ്ക്ക് പറയാമായിരുന്നല്ലോ, ബിൻ ലാദനെ കൊണ്ടുപോയത് ഈ രാജ്യത്തേക്ക് കടന്നു കയറി കൊണ്ടുപോയതാണ്, ഈ രാജ്യം ആവശ്യപ്പെട്ടായിരുന്നെങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്താൽ നിങ്ങൾ തന്നേനെ, അത് രാജ്യത്തേക്കുള്ള കടന്നുകയറ്റമാണെന്നൊക്കെ നമ്മുടെ നേരെ പന്നിനെ വെച്ചിട്ട് കേസ് കൊടുപ്പിച്ചിട്ട് ആ രാജ്യത്തിനെതിരെ കടന്നു കയറി ജയശങ്കറിനെ ഇവിടുത്തെ ഒരു മജിസ്ട്രേറ്റ് കോടതിക്ക് വിലയുള്ള കോടതിയിലാണ് ജയശങ്കറിനെതിരെ, ഈ പന്നുവിനെതിരെ കേസ് കൊടുപ്പിച്ചിട്ട് ഇന്ത്യയുടെ ഈ വിദേശകാര്യ മന്ത്രിയായിട്ടുള്ള ഇത്ര വലിപ്പത്തിലുള്ള രാജ്യം, അതായത് ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യങ്ങൾ അല്ലെങ്കിൽ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും അവസാനം ഏതൊരു വിഷയത്തിലും ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറയുന്ന വിഷയം കേട്ടിട്ട് അഭിപ്രായം പറയാൻ നിൽക്കുന്നിടത്താണ് ഈ പറയുന്ന ബൈഡന്റെ അല്ലെങ്കിൽ അന്ന് ബൈഡന്റെ ഗവൺമെന്റ് നമ്മളെ നാണം കെടുത്തുന്നതിന് വേണ്ടി ജയശങ്കറിനെ ഒരു പന്നൻ എന്ന് പറയുന്ന ഒരു പരമനാറിയെ കൊണ്ട് സമൻസ് വിളിപ്പിച്ചോ. ഇന്ത്യ നമ്മളത് പുച്ഛമായിട്ട് കണ്ടു, അല്ലെങ്കിൽ നമ്മളത് മൈൻഡ് ചെയ്ത് പോലും. എന്നാലും അത്തരത്തിലൊരു ആക്ടിവിറ്റീസ് ഈ ഇന്ത്യ ഇത്രയേ ഉള്ളൂ, ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രിയെ ഈ രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റുമെന്ന ഒരു മെസ്സേജ് കൊടുക്കുന്നതിന് വേണ്ടിയാണ് ചെയ്തത്. അത് കാനഡയ്ക്കകത്തും ഈ വിഷയം, കാനഡയ്ക്കകത്ത് ഒരു വിഷയം നിജാർ എന്ന് പറയുന്ന ആൾ ഖാലിസ്ഥാൻവാദിയാണ്. അയാൾ ഈ പറഞ്ഞ പോലെ കർഷക സമരത്തിന് വേണ്ട ഫണ്ട് കൊടുത്ത ആളാണ്, അല്ലെങ്കിൽ ഖാലിസ്ഥാൻവാദം പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി വേണ്ട രീതിയിലുള്ള പണിയും അല്ലെങ്കിൽ അതിനുള്ള ഫണ്ടും അതിനുള്ള കാര്യങ്ങളും ഇന്ത്യയിൽ കലാപം ഉണ്ടാക്കുന്നതിന് വേണ്ടി നിൽക്കുന്ന ആളാണ് എന്നുള്ള രീതിയിൽ ആക്ഷേപം വന്നു. ഇന്ത്യ പലവട്ടം ആവശ്യപ്പെട്ടിട്ടും തിരിച്ചു തരാതാണ്. ഈ കാനഡയിലൊക്കെ നമ്മൾ പലവട്ടം ഈ ഖാലിസ്ഥാൻ വാദികൾ അല്ലെങ്കിൽ നമ്മൾ ക്രിമിനൽസ് എന്ന് മുദ്രകുത്തിയിട്ടുള്ളവർ അവിടെ അവരുടെ കാനഡയിലെ അംഗത്വമൊക്കെ എടുത്ത് അവിടെ നിന്നിട്ട് ഇന്ത്യക്കെതിരെ പറയുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും നമ്മൾ പലവട്ടം നമ്മൾ ഈ പറയുന്ന ഇന്ത്യക്കെതിരെ നിൽക്കുന്ന ഭീകരന്മാരാണ്, ഇവരെ തിരിച്ചു തരണമെന്നൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ ഇതൊന്നും തിരിച്ചു തരാതെ അവിടെ നിർത്തിയിട്ട് ഇന്ത്യക്കെതിരെ ഈ പറയുന്ന പോലെ ഏതവസരത്തിലും ഒരു യുദ്ധപ്രഖ്യാപനം നടത്തുന്നതിനോ പണ്ട് ഇന്ദിരാഗാന്ധിയെ കൊല്ലുന്നതിന് വേണ്ടി ഈ ഖാലിസ്ഥാൻ വാദികളെ ഉപയോഗിച്ചു എന്ന് ഇപ്പോഴും അല്ലെങ്കിൽ അതിന്റെ പുറകിൽ അമേരിക്കയാണ് ഇപ്പോഴും സംശയത്തോടു കൂടി നിൽക്കുമ്പോൾ, വ്യക്തതയില്ല അല്ലെങ്കിൽ അതിന് തെളിവുകളില്ല നിൽക്കുമ്പോൾ, ഇനിയും ഒരവസരം വന്നാൽ ഇന്ത്യക്കെതിരെ പൊരുതുന്നതിന് വേണ്ടി നിർത്തിയിരിക്കുന്ന ഇതുപോലുള്ള ഖാലിസ്ഥാൻവാദികളെ അല്ലെങ്കിൽ ഒരുക്കി നിർത്തിയിരിക്കുന്ന അവർക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം അവിടെ ചെയ്തു കൊടുത്ത് അവർ അവിടെ ഉണ്ടാക്കുന്ന പൈസയ്ക്കകത്ത് വളരെ കൂടുതൽ ശതമാനം ഇവിടെ ഖാലിസ്ഥാൻവാദം വളർത്തുന്നതിന് വേണ്ടി അയച്ചു കൊടുക്കുന്നതിനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക, അല്ലെങ്കിൽ ഇവിടുന്ന് അവരുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ആൾക്കാരെ അവിടെ ചെല്ലുമ്പോൾ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക. അതായത് ഇന്ത്യക്കെതിരെ എപ്പോഴും ഒരു പടയെ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു തീവ്ര ഗ്രൂപ്പിനെ ഉരുത്തിരിക്കുന്നതിന് വേണ്ടി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അപ്പൊ ട്രംപ് വന്നപ്പോൾ ഇതിനകത്ത് വിപരീത സ്വഭാവത്തിൽ അല്ലെങ്കിൽ അവർക്കൊന്നും ഇനി പിടിച്ചു വയ്ക്കാൻ പറ്റാത്തൊരവസ്ഥ വന്ന് കാനഡയിലായാലും ഈ പറയുന്ന ഈ അമേരിക്കയിലായാലും. ഞാൻ ഈ പറഞ്ഞു വന്നത് ഇത്തരത്തിലുള്ള ആൾക്കാരെയാണ് ഈ അജ്ഞാതം കൊണ്ടത്. അതായത് പാകിസ്ഥാൻ എന്ന് പറയുമ്പോൾ ആൾക്കാർ പറയും പാകിസ്ഥാനി വേണേ കയറി ചെയ്യാം, പാകിസ്ഥാൻ ഇപ്പൊ ദുർബലമല്ലേ, ഇന്ത്യയെ പോലുള്ള മഹാരാജ്യത്തിന് അജ്ഞാതൻ കയറി കൊല്ലാൻ പറ്റുന്ന ഒരു അവസ്ഥ ഉണ്ടെന്നൊക്കെ പറയും. അപ്പൊ പാകിസ്ഥാനിലല്ല, അമേരിക്കയിലല്ല, കാനഡയിലല്ല, ലോകത്ത് എവിടെ ഇരുന്നാലും ഇന്ത്യക്കെതിരെ പ്രവർത്തനം നടത്തിയിട്ട് പോയി സുരക്ഷിതമായിട്ട് പണ്ടത്തെ പോലെ ഇരിക്കാൻ പറ്റുന്ന ഒരു സംവിധാനമില്ല, അല്ലെങ്കിൽ അതിന് സാധിക്കത്തില്ല, അത് ആ ഒരു അവസരം ഇല്ല എന്ന് ബോധ്യപ്പെടുത്തുന്ന രീതിയിലാണ് ഈ അജ്ഞാതന്റെ പ്രവർത്തനം പലവട്ടം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്ന അമേരിക്ക പറയുന്നു, അമേരിക്ക രഹസ്യാന്വേഷണ വിഭാഗം എന്ന് പറയാൻ മൊസാദ് പോലെ ലോകത്തെ ഏറ്റവും വലിയ രഹസ്യാന്വേഷണ വിഭാഗം അവനെ പന്നുവിനെ കൊല്ലാൻ ശ്രമിച്ചെങ്കിൽ അതിന് വ്യക്തമായ തെളിവ് നമുക്ക് തരാമല്ലോ. കാനഡ പറയുന്ന 5 ഐസ് എന്ന് പറയുന്ന രാജ്യം, കാരണം ഇവർ തന്നെ 5 രാജ്യങ്ങൾ ഒന്നിച്ചാണ് ഈ ലോകത്തിലെ കാര്യങ്ങൾ മൊത്തം അല്ലെങ്കിൽ ചില കാര്യങ്ങൾ അന്വേഷിക്കുന്നത്, തീരുമാനിക്കുക, അത്തരത്തിലുള്ള രാജ്യം. ആ രാജ്യത്തിന് വേണ്ട തെളിവുകൾ തരാൻ പറ്റുന്നില്ല. അപ്പം ഈ രീതിയിലേക്ക് ഞാൻ ഈ പറഞ്ഞു വന്നത്, നമ്മൾ ലോകം പറയുന്നു അജ്ഞാതന്റെ പുറകിൽ ഇന്ത്യയാണ്, ലോകം പറയുന്നു അജ്ഞാതൻ കൊല്ലുന്ന എല്ലാം ഇന്ത്യയെ നശിപ്പിക്കാൻ വേണ്ടി നിന്ന സംവിധാനത്തിലുള്ള ആൾക്കാരാണ്. ലോകം പറയുന്നു ഈ അമേരിക്കയിൽ കയറിയതും കാനഡയിൽ കയറിയതും ഒക്കെ അല്ലെങ്കിൽ പന്നുവിനെ കൊല്ലാൻ ശ്രമിച്ചതും നിജാറിനെ കൊന്നതും അജ്ഞാതനാണ്, അത് ഇന്ത്യയുടെ ഭാഗമാണ്. പക്ഷെ എല്ലാരും പറയുമ്പോൾ ഇന്ത്യ ഒരു വ്യക്തതയും വരുത്തിയിട്ടില്ല. മൊസാദ് നടത്തുന്ന പല പ്രവർത്തനവും ലോകത്ത് ചർച്ചയാവുമ്പോൾ ഇന്ത്യയുടെ ഈ രഹസ്യാന്വേഷണ വിഭാഗമായിട്ടുള്ള റോ മൊസാദിനെ പോലും മറികടക്കുന്നതാണെന്ന് ഇപ്പം ലോകം പറയുന്നുണ്ട്, പരസ്പരം പറയുന്നുണ്ട്. പക്ഷേ മൊസാദിന്റെ കൂട്ടും അല്ലെങ്കിൽ അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ കൂട്ടും റഷ്യൻ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ കൂട്ടുമൊന്നും വെളിയിൽ വന്ന് ഞങ്ങളാണ് അത് ചെയ്തതെന്ന് പറയാൻ പോലും തയ്യാറാവാത്ത ഒരു ലോകത്തെ ഏറ്റവും വലിയ രഹസ്യാന്വേഷണ സംവിധാനമായിട്ട് ഇന്ത്യയുടെ രഹസ്യാന്വേഷണ സംവിധാനമായിട്ടുള്ള റോയൊക്കെ മാറിയിരിക്കുന്നു. ഇന്ത്യ വളർന്നിരിക്കുന്നു. ഇന്ത്യ ലോകത്ത് ഭയത്തോടു കൂടി കാണുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നു. ഇന്ത്യയോടെ ചേർന്ന് നിന്നാൽ മാത്രം ലോകത്തിലെ ഒട്ടുമിക്കാലും അത് അമേരിക്ക ഉൾപ്പെടെ രാജ്യങ്ങൾ, ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ മുന്നോട്ടുള്ള പോക്ക് സുഗമമാക്കുന്നതിന് വേണ്ടി സാധ്യമാകത്തുള്ളൂ. ഉടക്കി നിന്നാൽ ഒരു പ്രയോജനവുമില്ല എന്നുള്ള രാജ്യം
അല്ലെങ്കിൽ അത്തരത്തിലേക്ക് ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്ന രാജ്യമായിട്ട് ഇന്ത്യ മഹാരാജ്യം മാറുന്നു. പറഞ്ഞു വന്നത് അജ്ഞാതൻ അത് ഇന്ത്യയുടെ ഭാഗമാണെന്ന് പറയുമ്പോഴും ഇന്ത്യ ഇതുവരെ അജ്ഞാതന്റെ പിതൃത്വം ഏറ്റെടുത്തിട്ടില്ല. ഒരു കാര്യം ഈ പറയുന്ന നമ്മൾക്കും അറിയാം, അജ്ഞാതൻ കൊല്ലുന്നതെല്ലാം ഇന്ത്യക്ക് ശത്രുവായിട്ട് നിന്നിട്ടുള്ളവരും അല്ലെങ്കിൽ ഇന്ത്യക്കകത്ത് ഇന്ത്യാവിരുദ്ധ പണി നടത്തിയിട്ടുള്ളവരും ആണ് എന്നുള്ളത് വാസ്തവമാണ്.